നിങ്ങൾ ദാരിദ്ര്യത്തിനാൽ തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിരാശ കാരണം ഇനി ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് നിങ്ങളെ തന്നെ സ്വയം അടച്ചൊരു വ്യക്തിയാണോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഓൾ ഇറ്റ് ടേക്സ് ഈസ് പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു വചനത്തെ പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യം. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്ന് കർത്താവായ യേശു മർത്തയോട് ചോദിക്കുന്ന ഒരു വചനം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇതിന്റെ സാഹചര്യം എന്താണെന്ന്. ലാസർ മരിച്ചു, ഇതിപ്പോ 4-ാമത്തെ ദിവസമാകുന്നു, ദുർഗന്ധം വന്നേക്കും എന്ന് മർത്ത പറയുന്ന സാഹചര്യത്തിലാകുന്നു കർത്താവ് പറയുന്നത്, നീ വിശ്വസിച്ചാൽ ഈ ശരീരത്തിന്റെ മേലും ഒരു മഹത്വം കാണാൻ സാധിക്കുമെന്ന്. ഞാനിത് പറയുന്ന നേരത്തെ എന്നെ പ്രിയമുള്ളവരെ, ഇന്ന് സാഹചര്യം ഏതുമാകട്ടെ, നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരു അത്ഭുതം ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിന്റെ മഹത്വം ഒരു മനുഷ്യനും ചെയ്യാനോ ഒരു മനുഷ്യനും ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തിക്കാനോ കഴിയാത്ത ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ട് നിങ്ങൾക്കിടയാകും. ഞാനിത് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾ ശാപത്താൽ തകർന്നു പോയി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾ ദാരിദ്ര്യത്തിനാൽ തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിരാശ കാരണം ഇനി ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് നിങ്ങളെ തന്നെ സ്വയം അടച്ചൊരു വ്യക്തിയാണോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഓൾ ഇറ്റ് ടേക്സ് ഈസ് എ സിമ്പിൾ ഫെയ്ത്ത്. ഒരു ചെറിയ വിശ്വാസം, അതിനേക്കാൾ വലുതായിട്ട് ഒന്നും ഈ സമയങ്ങളിൽ ആവശ്യമില്ല. യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ആ മഹത്വം ദർശിക്കുവാനായിട്ട് ദൈവം നിങ്ങളുടെ മുൻപിൽ ചില വലിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഞാനിത് നിങ്ങളോട് പറഞ്ഞു നിർത്തട്ടെ, വിശ്വസിച്ചാൽ നിങ്ങളും ദൈവമഹത്വം കാണാൻ തുടങ്ങും. അത് ചിലപ്പോൾ ഹോസ്പിറ്റലിനകത്തായേക്കാം, ചിലപ്പോൾ അതൊരു ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ അല്ലെങ്കിൽ ഒരു കടക്കണിക്കകത്ത് വീണ് കിടക്കുന്ന സാഹചര്യത്തിനകത്തായേക്കാം, ചിലപ്പോൾ ഒരു ആത്മഹത്യയുടെ വേദിയിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ മഹത്വം കാണാൻ തുടങ്ങും. കാരണം എൻ്റെ ദൈവം മഹത്വത്തിന്റെ ദൈവമാകുന്നു. അതേ മഹത്വം നിങ്ങളെയും തൊടട്ടെ. ലാസറിനെ ഉയർപ്പിച്ച അതേ മഹത്വം ഇന്ന് നിങ്ങളെയും തൊടട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. ആമേൻ.